നമസ്കാരം സർ, എൻ്റെ പേര് ജയരാജ്. ജസ്റ്റ് ഡയലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇത് അർജുൻ മൊബൈൽസിൻ്റെ ഓണർ മിസ്റ്റർ യശ്വന്ത് അല്ലേ? താങ്ക് യു സർ. സർ, ഇതെൻ്റെ വിസിറ്റിംഗ് കാർഡാണ്. സാറിൻ്റെ വിസിറ്റിംഗ് കാർഡ് ഒന്ന് തരാമോ സർ? ഓക്കെ, താങ്ക് യു സർ. സാറിന് പിന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന പർപ്പസ് എന്ന് പറയുന്നത് സാറിൻ്റെ ബിസിനസ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സർ, ജസ്റ്റ് ഡയൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ലീഡിംഗ് മാർക്കറ്റ് പ്ലേസ് ആണ്. ഇവിടെ ഞങ്ങൾ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിൻ്റെ ബിസിനസ് ഇൻഫർമേഷൻ 4 മീഡിയത്തിലൂടെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ്, ഫോൺ സെർച്ച് ആൻഡ് മൊബൈൽ സൈറ്റിലൂടെ. ജസ്റ്റ് ഡയൽ ഇപ്പോൾ ഓൺ ചെയ്യുന്നത് റിലയൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. ജസ്റ്റ് ഡയലിൽ 4.4 crore ഫ്രീ ലിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഉണ്ട് ആൻഡ് 5.9 lakh പെയ്ഡ് കസ്റ്റമേഴ്സ് ആണ് സർ. ജസ്റ്റ് ഡയലിൽ ഡെയിലി മോർ ദാൻ 1 crore ബിസിനസ് റിലേറ്റഡ് സെർച്ചസ് മാത്രം നടക്കുന്നുണ്ട് സർ. ഞാനിപ്പോൾ ജസ്റ്റ് ഡയലിലുള്ള സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിൻ്റെ ടെസ്റ്റ് മണിയിൽ വീഡിയോസ് അയക്കാം, അതൊന്ന് കണ്ടു നോക്കുക സർ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് സാറിൻ്റെ ബിസിനസ് ഡീറ്റെയിൽസ് ആദ്യം ഞാനൊന്ന് ഫ്രീ ലിസ്റ്റിങ്ങിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ സർ? ഓക്കെ. സോ സാറിൻ്റെ കമ്പനി നെയിം അർജുൻ മൊബൈൽസ്. സാറിൻ്റെ അഡ്രസ്സ് ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ബിൽഡിംഗ് നെയിം നമ്പർ 9, സ്ട്രീറ്റ് നെയിം 2nd സ്ട്രീറ്റ്, ലാൻഡ്മാർക്ക് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റോപ്പ്, ഏരിയ എടപ്പള്ളി, പിൻകോഡ് 682024, സിറ്റി എറണാകുളം, സ്റ്റേറ്റ് കേരള, കൺട്രി ഇന്ത്യ. പിന്നെ ബിസിനസ് ടൈമിംഗ് എന്ന് പറയുന്നത് 8 AM to 8 PM എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സാറിൻ്റെ മൊബൈൽ നമ്പർ, വാട്സാപ്പ് നമ്പറും അഡ്മിൻ നമ്പർ ഇത് തന്നെയാണ്, 6374467911. സാറിൻ്റെ മെയിൽ ഐ ഡി ഞാൻ സ്പെൽ ചെക്ക് ചെയ്യാം, arjunmobiles@gmail.com. കറക്റ്റ് അല്ലേ സർ? ഓക്കെ സർ. പിന്നെ സാറ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 2005 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സാറ് ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ഡീലേഴ്സ് സാംസങ്, മൊബൈൽ ഫോൺ ഡീലേഴ്സ് നോക്കിയോ, മൊബൈൽ ഫോൺ ഡീലേഴ്സ് മോട്ടറോളോ, മൊബൈൽ ഫോൺ ഡീലേഴ്സ് വിവോ, മൊബൈൽ ഫോൺ ഡീലേഴ്സ് OnePlus. ഇത് കൂടാതെ വേറെ വല്ല ആഡ് ചെയ്യണം സർ? ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ സാറിൻ്റെ ബിസിനസ് ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഡയലിൻ്റെ സർവീസസ് സാറിന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം സർ. ഓക്കെ, ആദ്യം സാറിനിപ്പം ജസ്റ്റ് ഡയൽ ആപ്പിൻ്റെയും JD Martൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു തരാം സർ. 2 ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്തോളൂ. ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെയ്തായിരുന്നോ സർ? ഓക്കെ, താങ്ക് യു സർ. ഇപ്പോൾ ആദ്യം ജസ്റ്റ് ഡയൽ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം സർ. ഇപ്പോൾ ഈ ജസ്റ്റ് ഡയൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലീഡ്സും അതൊരു ഓപ്ഷൻ ഉണ്ടാകും സർ. ഈ ലീഡ് ഡാഷ്ബോർഡിൽ ഞങ്ങൾ 3 ടൈപ്പ് ഓഫ് ലീഡ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്: ഹോട്ട് ലീഡ്, വാം ലീഡ് ആൻഡ് കോൾഡ് ലീഡ്. ഈ ഹോട്ട് ലീഡ് എന്ന് പറയുന്നത് 10 times 8 കോൾ ചെയ്ത് വരുന്ന കസ്റ്റമർ, അല്ല വിർച്വൽ നമ്പർ ത്രൂ കോൾ ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സ്, അല്ലെ ബെസ്റ്റ് ഡീൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന കസ്റ്റമേഴ്സ്, അല്ലെ ചാറ്റ് ഓപ്ഷനിലൂടെ വരുന്ന കസ്റ്റമേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഹോട്ട് ലീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ കോൺടാക്ട് ചെയ്ത് സാറിൻ്റെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് റിലേറ്റഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ അതിലൂടെ സാറിന് നല്ല റെസ്പോൺസ് ഉണ്ടാവും. സെക്കൻഡ് വാം ലീഡാണ് സർ. വാം ലീഡ് എന്ന് പറയുന്നത് കോമ്പറ്റേറ്ററിന് കൊടുത്ത ലീഡായിരിക്കും സാറിന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അവരെടുത്ത് സാറിന് SMS അല്ലെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുവാണെങ്കിൽ അതിലൂടെ സാറിന് നല്ല റെസ്പോൺസ് ഉണ്ടാവും. തേർഡ് കോൾഡ് ലീഡ്. കോൾഡ് ലീഡ് എന്ന് പറയുന്നത് ചുമ്മാ സെർച്ച് ചെയ്ത് വരുന്ന ലീഡിനെയാണ് കോൾഡ് ലീഡ് എന്ന് പറയുന്നത്. അവരെടുത്ത് സാർ SMS അല്ലെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുവാണെങ്കിൽ അതിലൂടെ സാറിന് നല്ല റെസ്പോൺസ് ഉണ്ടാവും. ഓക്കെ സർ. പിന്നെ ലീഡ് ഡിസ്പോസിഷൻ, അതായത് സാർ ഒരു കസ്റ്റമർക്ക് സംസാരിച്ച ശേഷം അത് സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യാം, ഫോളോ അപ്പോ അല്ലെ കോൾ ബാക്കോ നോട്ട് ഇൻട്രസ്റ്റഡ് എന്താണെന്ന് പറഞ്ഞ് സാറിന് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊഫൈൽ സ്കോർ, സാറിൻ്റെ പ്രൊഫൈൽ എത്ര % ആണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് സാറിന് അവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കോമ്പറ്റീഷൻ ട്രെൻഡ്, അതായത് സാറിൻ്റെയും സാറിൻ്റെ കോമ്പറ്റീറ്ററിൻ്റെയും റേറ്റിംഗ്സ്, റിവ്യൂസ്, ഫോട്ടോസ്, ഇതൊക്കെ സാറിന് കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഡാഷ്ബോർഡ്, അതായത് ലീഡ് ഡാഷ്ബോർഡിൽ സാറിൻ്റെ വന്നിട്ടുള്ള വ്യൂസ്, ക്ലിക്സ്, ആക്ഷൻ, ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതൊരു ലൈവ് എക്സാമ്പിൾ കാണിക്കുമ്പോൾ സാറിനൊരു എഫക്റ്റീവായിട്ടൊന്ന് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ അത് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നോക്കുക സാർ, ഇതാണ് ജസ്റ്റ് ഡയൽ ആപ്ലിക്കേഷൻ്റെ പേജ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ലീഡ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് പേജിൽ നോക്കുക സാർ, സാറിന് വന്നിട്ടുള്ള ടോട്ടൽ ലീഡ്സും എത്രയാണ് പ്രൊഫൈൽ സ്കോർ, ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ലീഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിന്നും ആരാ സെർച്ച് ചെയ്ത് എപ്പോൾ സെർച്ച് ചെയ്ത് വന്ന് ഇൻഫർമേഷൻ കാണാൻ സാധിക്കും. ഇൻ കേസ് അവരെ കോൺടാക്ട് ചെയ്യാം, ചാറ്റ് ചെയ്യാം, അല്ല മെയിൽ അയക്കണമെങ്കിൽ മെയിൽ അയക്കാം. ഇത് സംസാരിച്ച ശേഷം ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതാണ് സർ കോമ്പറ്റീഷൻ ട്രെൻഡ് എന്ന് പറഞ്ഞ പോലെ സാറിൻ്റെയും കോമ്പറ്റേറ്ററിൻ്റെയും ഫോട്ടോസ്, റേറ്റിംഗ്സ്, റിവ്യൂസ്, ഇതെല്ലാം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഇതാണ് സർ ഡാഷ്ബോർഡ്. സാറിന് വന്നിട്ടുള്ള വ്യൂസ്, ക്ലിക്സ്, ആക്ഷൻ ഏത് ഓപ്ഷനിലൂടെയാണ് എൻക്വയറി വന്നിരിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ അടുത്താണ് സർ ജെ ഡി മാർട്ട്. ഓക്കെ, ജെ ഡി മാർട്ട് എന്ന് പറയുന്നത് ഡിജിറ്റൽ കാറ്റലോഗ് എന്ന് പറയും. സാറിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോഗ്രാഫ്സ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ, പ്രൈസ് ഡീറ്റെയിൽസ്, വീഡിയോസ്, മിനിമം ഓർഡർ ക്വാണ്ടിറ്റി, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ഇപ്പോൾ സാറിൻ്റെ പ്രോഡക്റ്റ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഷെയറും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം സർ. ഇപ്പോൾ ഞാൻ CCTV എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് ജെ ഡി മാർട്ടിൽ. ഇപ്പോൾ CCTV ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സാർ ഇതിൽ CCTV ആ പേര്, അതിൻ്റെ താഴെ പ്രൈസ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നു, അതിൻ്റെ താഴെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ഉണ്ട്, പിന്നെ താഴെ കോൾ ബട്ടൺ ഉണ്ട്, ഗെറ്റ് ബെസ്റ്റ് പ്രൈസ്, ചാറ്റ്, ഓക്കെ, എല്ലാ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് സാറിന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന റൈറ്റ് സൈഡിൽ ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് നമ്മുടെ പ്രോഡക്റ്റ് വിത്തിൻ സെക്കൻഡ്സ് ഒരുപാട് കസ്റ്റമേഴ്സിന് റീച്ച് ആവുന്നതാണ്. ഓക്കെ, അടുത്താണ് സർ നമുക്ക് വിർച്വൽ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ വിർച്വൽ ഓഫീസ് എന്ന് പറയുമ്പോൾ സാറിന് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഓൺലൈനിൽ ഒരു സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ താങ്കളുടെ പ്രോഡക്റ്റിൻ്റെ 50+ ഫോട്ടോസ്, 10 മിനിറ്റ്സ് വീഡിയോ, മാപ്പ് എന്നിവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ വിർച്വൽ നമ്പറും അതിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. സാറിന് എന്ത് ചെയ്യാം, വിർച്വൽ നമ്പറിൽ സാറിന് 8 നമ്പർ മാക്സിമം ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ കോൾ ചെയ്യുമ്പോൾ സാറിൻ്റെ നമ്പർ ബിസി ആണെങ്കിൽ മറ്റേ 7 നമ്പറും അറ്റ് എ ടൈം റിംഗ് ആവും. അപ്പോൾ അതിൽ ആരാണ് ഫസ്റ്റ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അവരുടെ കോൾ കണക്റ്റ് ആവും, ബാലൻസ് എല്ലാവരുടെ കോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കണക്റ്റ് ആവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്. വിർച്വൽ നമ്പർ ത്രൂ വരുന്ന എല്ലാ കോളും റെക്കോർഡാവും, 30 മിനിറ്റ്സിൻ്റെ അകത്ത് റെക്കോർഡാവും. 30 ഡേയ്സ് വരെ ആ റെക്കോർഡിംഗ് സാറിന് എന്ത് ചെയ്യാൻ പറ്റും, കേൾക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം സർ. ഇപ്പോൾ ജസ്റ്റ് അതിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട്, ഇപ്പോൾ സാറിൻ്റെ ലൊക്കേഷൻ എറണാകുളം അല്ലേ, അപ്പോൾ എറണാകുളം തന്നെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ എറണാകുളത്ത് ഞാൻ മൊബൈൽ ഫോൺ ഡീൽ സാറിൻ്റെ കാറ്റഗറിയാണ് ഇപ്പോൾ ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ സാറിൻ്റെ കാറ്റഗറി ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സാറിൻ്റെ പേര് കാണിക്കുന്നില്ല, സാറിൻ്റെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ മൊബൈൽ മാർട്ട് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് 30 ഡേയ്സിൽ നമ്മൾ 135 എൻക്വയറിയാണ് കൊടുത്തിരിക്കുന്നത്. അത് ആപ്ലോ എന്ന് പറഞ്ഞ കമ്പനി നോക്കുക സാർ, ലാസ്റ്റ് 30 ഡേയ്സിൽ നമ്മൾ 272 എൻക്വയറീസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രൊഫൈൽ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം സർ. ഇപ്പോൾ ഇവിടെ നോക്കുക, അവരുടെ ആഡ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് അവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. അവിടെ റേറ്റിംഗ്, അവിടെ ചാറ്റ് ഓപ്ഷൻ ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, കോൾ ബട്ടൺ ഉണ്ട്, താഴെ അവിടെ ആഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, ഇങ്ങനെയായിരിക്കും സാറിന് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ കേസ് ഇത് ഷെയർ ചെയ്യുന്നതിന് ഷെയറും ചെയ്യാൻ പറ്റുന്നതാണ് സർ. ഓക്കെ, താങ്ക് യു സർ. ഇപ്പോൾ നെക്സ്റ്റ് ആണ് സർ ജെ ഡി ട്രസ്റ്റും ജെ ഡി വെരിഫൈഡ്. അപ്പോൾ ജെ ഡി ട്രസ്റ്റ്, ജെ ഡി വെരിഫൈഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് കസ്റ്റമർ ജസ്റ്റ് ഡയൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അവരെ കമ്പയർ ചെയ്യുമ്പോൾ സാറിന് വിശ്വസിച്ച് പ്രോഡക്റ്റ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ ഒരു വിശ്വസ്ത വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ട്രസ്റ്റ് സ്റ്റാമ്പാണ് സർ ജെ ഡി ട്രസ്റ്റും ജെ ഡി വെരിഫൈഡും. അപ്പോൾ ഞാനിപ്പോൾ മുകളിൽ ഇപ്പം ജസ്റ്റ് ട്രസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക സർ, ഒരു ട്രസ്റ്റ് എടുത്ത കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സാറിൻ്റെ കമ്പനീൻ്റെ മുകളിൽ നമ്മൾ ട്രസ്റ്റ് വെരിഫൈഡ് എന്ന് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇത് എടുക്കണമെങ്കിൽ വെരിഫൈഡ് എടുക്കണമെങ്കിൽ സാറിന് KYC ഡോക്യുമെൻറ്റ്സ് ലൈക്ക് കമ്പനി ലൈസൻസ് കോപ്പി, അഡ്രസ് പ്രൂഫ്, ID പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. ട്രസ്റ്റ് എടുക്കണമെങ്കിൽ KYC 3.8 റേറ്റിംഗ്സും 10 വോട്ട്സും മിനിമം സാറിന് ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, ഇതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സർ. ഓക്കെ സർ. ഇപ്പോൾ നെക്സ്റ്റ് ആണ് സർ റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ്. അപ്പോൾ ഏതൊരു ബിസിനസ്സിനും റേറ്റിംഗ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു മൂവി പോവുകയാണെങ്കിലും പോലും റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ് കണ്ടിട്ടാണ് ആ മൂവി പോകണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ സാറിന് എന്ത് ചെയ്യും, സാറിൻ്റെ ബിസിനസ് റേറ്റിംഗ്സ് കൂട്ടാൻ വേണ്ടി സാറിൻ്റെ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ഒരു ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേറ്റിംഗ്സ് കൂട്ടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ അർജുൻ മൊബൈൽസ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അർജുൻ മൊബൈൽസ് ടൈപ്പ് ചെയ്യുമ്പോൾ സാറിൻ്റെ കമ്പനിയുടെ പേര് വന്ന് ഇപ്പോൾ ഒരു സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, സ്റ്റാർ റേറ്റിംഗ് ക്ലിക്ക് ചെയ്ത് നമുക്ക് റേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ല പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് JD റേറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് കസ്റ്റമറിൻ്റെ പേര്, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് അവർക്ക് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരെ റേറ്റ് ചെയ്യാൻ പറയാം. ഇപ്പോൾ ലിങ്കിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ റേറ്റിംഗ് കൊടുക്കുന്ന സമയത്ത് അത് സാറിന് എന്ത് ചെയ്യാം, ലൈവായിട്ട് അവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റ് സർ, അപ്പോൾ അതിൻ്റെ ഡെമോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ സ്റ്റാർ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് റേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ഞാൻ എൻ്റർ ചെയ്തിട്ട് കമൻറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് സബ്മിറ്റ് റിവ്യൂ കൊടുക്കുന്നു. ഇപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നോക്ക് സർ, ഇവിടെ ഞാൻ റേറ്റ് ചെയ്തത് എനിക്ക് താഴെ വന്നിട്ട് ലേറ്റസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ റേറ്റ് ചെയ്തത് എനിക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണ് സർ. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ആണ് സർ JD പേ. ഇപ്പോൾ എല്ലാ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് നമ്മളൊരു പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കാർഡ്ലെസ്, ക്യാഷ്ലെസ്, സെക്യൂർ പേയ്മെൻറ്റ് ഗേറ്റ്വേ ആണ്. നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമർ നമുക്കൊരു ലിങ്ക് അയച്ചു കൊടുത്തോ അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഈ ആപ്ലിക്കേഷന് താഴെ പേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സർ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്.
നമുക്ക് ബില്ല് റീചാർജ് ചെയ്യാൻ പറ്റും, മൊബൈലോ അല്ല ഗ്യാസ് ബില്ലോ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. മുകളിൽ നോക്ക് സർ, പാസ്ബുക്ക് ഉണ്ട്. പാസ്ബുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം. ഇപ്പോൾ റിസീവ് മണി ക്ലിക്ക് ചെയ്തിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് വാങ്ങിക്കാൻ പറ്റും, ഇല്ല ഷെയർ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. ഇല്ല സെൻഡ് മണി ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കമ്പനി നെയിം കൊടുത്തിട്ട് ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ അത് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഇൻ്റഗ്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എറർ കാണിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് പേയ്മെൻറ്റ് സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ സർ? ഓക്കെ സർ. സർ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും ഫീച്ചേഴ്സ് ഇല്ലേ, ഇതെല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സാറിന് സജസ്റ്റ് ചെയ്യുന്നത് പ്രീമിയം പാക്കേജാണ് സർ. അപ്പോൾ പ്രീമിയം പാക്കേജിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൽ വെരിഫൈഡ് ട്രസ്റ്റ്, ഓക്കെ, അതുപോലെ തന്നെ വെബ് ബാനർ, മൊബൈൽ ബാനർ ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോംപ്ലിമെൻ്ററി ആയിട്ട്. പിന്നെ ഗ്യാരണ്ടി ലീഡ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് 1 വർഷത്തേക്ക് 2 വർഷത്തേക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സാറിന് ഏതോ വേണ്ടതെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് പറയാം സാർ, സാറിൻ്റെ പ്രൈസ് എത്രയാണ് വരുന്നതെന്ന്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് സാറിന് പ്രോഡക്റ്റ് ചൂസ് ചെയ്യാം. പിന്നെ പ്രീമിയം പാക്കേജിൽ പ്രൊസീഡ് ചെയ്യുന്നത് ഇപ്പോൾ സാറിന് 22 ഏരിയയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക സർ, 1 ഇയർ ആണെങ്കിൽ സാറിന് മന്ത്ലി വരുന്നത് 4183 പ്ലസ് ടാക്സ് ആണ്. ഓക്കെ, വർഷത്തേക്കാണെങ്കിൽ 50,200 റുപ്പീസ് പ്ലസ് ടാക്സ് ആണ്. അതിപ്പോൾ 3 വർഷത്തേക്ക് എടുക്കുവാണെങ്കിൽ 6000 പ്ലസ് ടാക്സ് 72 പ്ലസ് ടാക്സ് ആണ് 1 വർഷത്തേക്ക്. അപ്പോൾ 1 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 3 വർഷത്തിൻ്റെ സർവീസ് ആയിരിക്കും സാറിന് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സാറിന് ഏതാ സാർ വേണ്ടത്, 3 ഇയേഴ്സ് ആണോ 1 ഇയർ ആണോ? 3 ഇയേഴ്സ്. ഓക്കെ സാർ. ഇപ്പോൾ 3 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 3 മന്ത്സ് അഡ്വാൻസ് പേയ്മെൻറ്റ് സാർ ആദ്യം ചെയ്യണം. പിന്നെ റെസ്റ്റ് വന്നിട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ അതെടുക്കുന്നു, കാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് എക്സാക്റ്റ് സാറിന് വരുന്ന ഇയർലി പ്രൈസ്. ആൻഡ് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ EMI ഓപ്ഷൻ അല്ലേ സാർ ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പം ഏത് ബാങ്കാണ് സാർ? HDFCയോ എന്താ, ആക്സസോ? ഓക്കെ, അപ്പോൾ ഓക്കെ സാർ, കൺഗ്രാജുലേഷൻ, സാറിൻ്റെ ബാങ്ക് E-Nation എലിജിബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് സാർ അഡ്വാൻസ് പേയ്മെൻറ്റ്, അതായത് 2 മന്ത്സ് അഡ്വാൻസ് പേയ്മെൻറ്റ്. ഒരു പേയ്മെൻറ്റ് സാർ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. 3 to 4 ഡേയ്സിൽ ഫസ്റ്റ് EMI ആയിട്ട് ഹിറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ പ്രൊസീഡ് ചെയ്യാം. ഇപ്പോൾ GST ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്യുന്നില്ല, ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ സാറിൻ്റെ അക്കൗണ്ട് ഹോൾഡർ നെയിം ഞാൻ യശ്വന്ത് എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അക്കൗണ്ട് നമ്പർ 123456981. ഓക്കെ, അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടാണോ കറണ്ട് അക്കൗണ്ടാണോ സാർ? സേവിങ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണ് സാർ ഇത് വെരിഫിക്കേഷൻ ഡിജിറ്റൽ മാൻഡേറ്റ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആധാർ, ഡെബിറ്റ്, നെറ്റ് ബാങ്കിങ് ഉണ്ട്. എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്? ഡെബിറ്റാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാ മാസം ഏത് ഡേറ്റിലാണ് സാർ ഡെബിറ്റ് ചെയ്യുന്നത്? 5, 6, 7, 8, 9, 10 ഉണ്ട്. 10 ആണോ? ഓക്കെ, ഇപ്പോൾ സാറിൻ്റെ നമ്പർ ഞാൻ എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ടോക്കൺ ലിങ്ക് അയച്ചിട്ടുണ്ട് സാർ. ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് സാർ ജസ്റ്റ് ഒന്ന് EMI പ്രോസസ്സ് ചെയ്താൽ മതി. ചെയ്തിട്ടുണ്ടോ സാർ? ഓക്കെ, താങ്ക് യു സാർ. ഇപ്പോൾ നെക്സ്റ്റ് അഡ്വാൻസ് പേയ്മെൻറ്റ് സാർ. ഞാൻ പറഞ്ഞ പോലെ അഡ്വാൻസ് പേയ്മെൻറ്റിന് ഞാൻ ഇപ്പോൾ ലിങ്ക് അയച്ചു തരാം. ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് ലിങ്ക് എങ്ങനെയാണ് സാർ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്? ക്രെഡിറ്റ് കാർഡാണോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡാണോ സാർ? ഡെബിറ്റ് കാർഡ്. ഓക്കെ സാർ. ഓക്കെ, ഇപ്പോൾ സാറിൻ്റെ മെയിലിലേക്കും സാറിൻ്റെ നമ്പറിലേക്കും ഞാൻ ഇപ്പോൾ ലിങ്ക് അയച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് പേയ്മെൻറ്റ് ചെയ്തോളൂ സാർ. ഞാൻ വെയിറ്റ് ചെയ്യാം. ടാക്സും കൂടെ ചേർത്തിട്ട് 14,160 ആണ്. ഓക്കെ സാർ, ചെയ്തിട്ടുണ്ടോ സാർ? ഓക്കെ, സാറിൻ്റെ പേയ്മെൻറ്റ് ഇപ്പോൾ ഞാൻ ഡീല് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സാറിന് ഇപ്പോൾ ഇൻവോയ്സ് കോപ്പി സാറിൻ്റെ മെയിലിലേക്ക് വരുന്നതായിരിക്കും. സാറിൻ്റെ ഇനിഷ്യൽ പേയ്മെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് EMI 3 to 4 ഡേയ്സ് ലേറ്റ് ആകും. 2 ക്ലിയർ ആകുമ്പോൾ സാറിൻ്റെ പ്രൊഫൈൽ ലൈവ് ആവുന്നതായിരിക്കും. ഫ്യൂച്ചറിൽ സാറിന് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം, ഇല്ല 10 times സൈറ്റിലേക്ക് കോൺടാക്ട് ചെയ്താൽ അവർ ഹെൽപ്പ് ചെയ്യും. അല്ല മെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ kerala@justdial.com സാറിന് എന്ത് ചെയ്യാം, മെയിൽ അയക്കാം. ഓക്കെ സാർ? ഓക്കെ സാർ, സാറിൻ്റെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്യാൻ പറ്റുമോ സാർ? ഓക്കെ സോ ഓക്കെ, താങ്ക് യു സാർ.